ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരം. പൊങ്കാല അർപ്പിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ തലസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. രാവിലെ 10 മണിയോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജയിലേക്കാണ് ആദ്യം. ഷീജ, മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ തലസ്ഥാന നഗരമാകെ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്ര പരിസരത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത്ര വലിയൊരു തീർത്ഥാടക പ്രവാഹവും ഇപ്പോൾ ഉണ്ടാകും. തീർച്ചയായും കാവ്യ, ഏതായാലും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു ഭക്തജന തിരക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ ഒരു ഭക്തജന പ്രവാഹം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ രാവിലെ ദർശനത്തിന് എത്തിയവരുടെ വലിയ തിരക്കാണ്. ദേവിയെ ഒന്ന് ദർശിച്ചതിനു ശേഷം അനുഗ്രഹവുമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുക, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിനുവേണ്ടിയാണ് രാവിലെ മുതൽ പുലർച്ചെ ഏകദേശം 4 മണി മുതൽ ഇവിടെ ഈ രീതിയിൽ ഇതിന് സമാനമായ രീതിയിലുള്ള തിരക്ക് തുടങ്ങിയതാണ്. ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു. ഇത് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വരെയും ഈ ഒരു ദർശനം അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൃത്യമായ രീതിയിൽ പോലീസ് സുരക്ഷയൊരുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വൈദ്യസഹായത്തിനായി ആരോഗ്യ വകുപ്പും പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഏതായാലും ക്ഷേത്രത്തിൽ ഇപ്പോൾ പുലർച്ചെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വലിയ ഒരു തിരക്ക്, ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ദേവിയെ ഒന്ന് ദർശിച്ച് ആ അനുഗ്രഹത്തോടു കൂടി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം 10 മണിയോടുകൂടിയായിരിക്കും ശുദ്ധ പുണ്യാഹം തളിക്കുന്നതോടുകൂടിയാണ് പൊങ്കാലയുടെ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുക. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് പാണ്ഡ്യരാജാവിൻ്റെ വധം കഴിയുന്ന ഭാഗം അത് തോറ്റംപാട്ടുകാർ പാടി പൂർത്തിയാക്കുമ്പോഴാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുക. അത് രാവിലെ 10:30 പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. കൃത്യമായിട്ട് ചടങ്ങുകൾ 10 മണിയോടുകൂടി തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ക്ഷേത്രത്തിലെ തന്ത്രിയായിരിക്കും ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തിക്ക് കൈമാറുക. മേൽശാന്തി അത് സഹ മേൽശാന്തിക്ക് കൈമാറും. അത് ക്ഷേത്രത്തിലുള്ള തിടപ്പള്ളിയിൽ, വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും ഈ ദീപം പകർന്നതിനു ശേഷമായിരിക്കും ക്ഷേത്രത്തിന് മുന്നിൽ ഈ തോറ്റംപാട്ടുകാർക്ക്, അതായത് പാട്ടുപാടി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്ന ഈ കുടിലിന് മുൻപിൽ ആണ് പൊങ്കാല അടുപ്പ് കെട്ടുക. ആ പൊങ്കാല അടുപ്പിൽ തീ പകരുക. അതിനുശേഷം ഈ 10:30 ഇവിടെ ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടുകൂടി തന്നെ ഈ നഗരം ഒന്നടങ്കം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക ഒരു യാഗശാലയായി മാറിയ നഗരത്തെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഒരു പൊങ്കാലയുടെ ഭാഗമാകുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അവരുടെയൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇവിടെ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു സാഹചര്യം കൂടിയായി മാറുന്ന ഒരു പൊങ്കാല എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ തലസ്ഥാനത്ത് തമ്പടിച്ചാണ് ഈ ഒരു പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അഭൂതപൂർവമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും തിരുവനന്തപുരം നഗരത്തിലും അടക്കം കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ പൊങ്കാലയുടെ ചടങ്ങുകൾ 10 മണിക്ക് ശുദ്ധപുണ്യാഹം തളിച്ച് തുടങ്ങുന്നത് വരെയും ഈ ഒരു തിരക്ക്, ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടിയുള്ള തിരക്ക് ആ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതിൽ സംശയമില്ല. അതിനുശേഷം 10 മണിക്കായിരിക്കും ഈ ചടങ്ങുകൾക്ക്, പൊങ്കാലയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഏതായാലും ഇപ്പോൾ നമുക്ക് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം ആകെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, അതാണ് ഈ തലസ്ഥാന നഗരത്തിൽ ഒന്നടങ്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൃത്യമായ രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. ഇതിനു വേണ്ടിയും 200ഓളം ശാന്തിമാരെ പ്രത്യേകമായി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം എല്ലായിടങ്ങളിലും കൃത്യമായ രീതിയിൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊങ്കാല അടുപ്പിൽ നിവേദ്യം തളിക്കുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ എല്ലായിടത്തും പൊങ്കാലയിൽ നിവേദ്യം തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം, അതാണ് ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്.